അതിന്റെ ആവശ്യമൊന്നും അങ്ങനെയാണെങ്കിൽ ആദ്യമേ ചേർന്നല്ലോ. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവര് ഇതിന് ഇത്രയും വർഷം മുമ്പ് ഇവരായിരുന്നല്ലോ ജയിച്ചെന്ന് വെച്ചാൽ ഇവരെ കള്ളൗട്ടേ ചെയ്തിട്ടാ. BJPക്ക് ഇതുപോലെയുള്ള പുതിയ കാവിക്കോണകങ്ങൾ വരുമ്പോൾ പഴയ കാവിക്കോണകങ്ങൾ കീറിപ്പറിഞ്ഞ് ഉപയോഗശൂന്യമാകുന്നു. നമ്മുടെ ഒട്ടകം ഗോപാലകൃഷ്ണനെ പോലെ. കറുത്ത കാക്ക സ്വന്തം ശരീരത്തിൽ പുട്ടിയടിച്ച് കളറും തേച്ചപ്പോൾ കാക്കക്ക് തോന്നി ഞാൻ മേൽജാതിക്കാരനാണ്, ഞാൻ സവർണനെന്ന്. ഇനി അവസാനത്തെ ഉറക്കം സവർണയുടെ ശ്മശാനത്തിലാവാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നാളില്ലാത്തൊരു BJP അവിടെ ജയിച്ചെങ്കിൽ അത് കള്ളോട്ട് ഇവർക്കല്ലേ ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ളേ. വേറൊരാൾ ചോദിച്ചല്ലോ, സുരേന്ദ്രൻ സാറോ ചോദിച്ചല്ലോ ഈ ഇവന്മാര് പൊട്ടന്മാരാണെന്ന്. അമ്മച്ചി സുരേന്ദ്രൻ്റെ ആളാണല്ലേ? മനസ്സിലായില്ല. സുരേന്ദ്രനും കൊള്ളാം, അമ്മച്ചിയും കൊള്ളാം. ജനങ്ങൾക്ക് പൊതുവെയുള്ള ഒരു സംശയമാണ്, തൃശ്ശൂർ BJPയുടെ ആധിപത്യം ഉള്ള സ്ഥലമല്ല, പിന്നെ എങ്ങനെയാണ് BJP അവിടെ ജയിക്കുക? അത് പോയിൻ്റ് വിശദമാക്കാം. 2024 നടക്കുന്ന ഇലക്ഷന് മുന്നോടിയായി 2023 തന്നെ ഇവർ വർക്ക് തുടങ്ങി. എങ്ങനെയെന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ നഗരത്തിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഫ്ലാറ്റുകളും വാടക വീടുകളും കേന്ദ്രീകരിച്ച് പുറമേ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ താമസം ആക്കുന്നത് പോലെയുള്ള രേഖകൾ ഉണ്ടാക്കി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തി. അങ്ങനെ സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമായി വേജ വോട്ട് ലിസ്റ്റുണ്ടാക്കി അതിൽ മാത്രം വന്ന വോട്ടുകളുടെ കണക്കാണ് 1,19,508 വോട്ടുകൾ. പിന്നെ ഇലക്ഷൻ കമ്മീഷണറും നമ്മുടെ ഗോപി അണ്ണൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് സംഭവം അടിപൊളി. സുരേഷ് ഗോപി അണ്ണന് വാശി വന്നാൽ പിന്നെ എന്തും ചെയ്യും. അതാണ് ഗോപി അണ്ണൻ. ഇപ്പോൾ ഗോപി അണ്ണന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. പാവം മക്കൾക്കും പുറത്ത് തല കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. അച്ഛൻ കള്ളനാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യും? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.